വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകിലെ കുട്ടമ്പിള്ള ആൻഡ് ഭവാനിയമ്മ ഈ രണ്ടുപേരുടെയും കോമ്പിനേഷൻ, മാത്രമല്ല ഓൾഡ് ഭവാനിയമ്മ വേഴ്സസ് ന്യൂ ഭവാനിയമ്മ, അതായത് പഴയ ഭവാനിയമ്മ സീസൺ 1 തൊട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതേപോലെ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഭവാനിയമ്മയും ഇവർ തമ്മിലുള്ളൊരു കമ്പാരിസണുമാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അപ്പോൾ മുളകിൽ ഇപ്പോൾ ഭവാനിയമ്മ പാറമ്മയുടെ വീട്ടിലുണ്ട്. 2-3 ദിവസമായിട്ട് ഭവാനിയമ്മയെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻസ് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ന്. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ബാലു ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഷൂട്ടിംഗ് ആണോ അതോ തൻ്റെ പേഴ്സണൽ കാര്യമാണോ എന്നൊന്നും അതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് ബാലു ഉപ്പുമുളകിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഭവാനിയമ്മയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉപ്പുമുളകും സീസൺ 2 അധികം ഭവാനിയമ്മ കുട്ടമ്പിള്ള കോംബോ അധികമൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഒരു ഓണം എപ്പിസോഡും പിന്നെ 119 ഇങ്ങനത്തെ കുറച്ച് എപ്പിസോഡുകളുണ്ട് സീസൺ 2. ആ ഒരു എപ്പിസോഡുകളിൽ മാത്രമാണ് കുട്ടമ്പിള്ളയും ഭവാനിയമ്മയും ഒരുമിച്ച് ഉപ്പുമുളകും സീസൺ 2 വന്നിരിക്കുന്നത്. ഇവരുടെ കോമ്പിനേഷൻ ചുരുക്കം ഒരു 5-6 എപ്പിസോഡുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ സീസൺ 1 ഭവാനിയമ്മയും കുട്ടമ്പിള്ളയുമായിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് ഉപ്പുമുളകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു എന്ന് പറയണം. ആ ഒരു ഭവാനിയമ്മ, അതായത് പണ്ടത്തെ സീസൺ 1 ഭവാനിയമ്മ കുറച്ചും കൂടി അഗ്രസീവ് ആൻഡ് കണ്ണിങ് ആയിരുന്നു എന്ന് അവരുടെ വർത്തമാനത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും. മാത്രമല്ല ആ ഒരു ഭവാനിയമ്മയ്ക്ക് കുറേ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അതായത് കുട്ടമ്പിള്ളയായിട്ടുള്ളൊരു കോംബോവും ബാലും ഭവാനിയമ്മയായിട്ടുള്ളൊരു അടിപൊളി കോംബോ ഉണ്ടായിരുന്നു. അത് വേറെ ലെവൽ തന്നെയായിരുന്നു, ഒരു ടോം ആൻഡ് ജെറി കോംബോ തന്നെയായിരുന്നു അത്. മറിച്ച് ഇപ്പോൾ പുതിയതായിട്ട് സീസൺ 2 ഭവാനിയമ്മയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സക്സസ്ഫുൾ ക്യാരക്ടർ പുതിയതായിട്ടൊരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുമ്പോൾ അത് കുറച്ച് വെയിറ്റ് കൂടുതൽ തന്നെയാണ് ഒരു ക്യാരക്ടർക്ക്. കാരണം ഓൾറെഡി പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ച ക്യാരക്ടറാണ് ഭവാനിയമ്മ എന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് പുതിയൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവർക്ക് എക്സ്ട്രാ പ്രഷർ ഉണ്ടാകും എന്നുള്ളത് കൺഫേമാണ്. എന്നിട്ടും അത് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സക്സസ്ഫുൾ ക്യാരക്ടർ, അതായത് ഒരു പുതിയ ക്യാരക്ടർ ചെയ്യുന്നത് പോലെയല്ല ഒരു ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രേക്ഷകർ സ്വീകരിച്ച ഒരു ക്യാരക്ടറെ റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക എന്നത് അത്രയും പാടുപെട്ട ഒരു ടാസ്ക് ഈസി ആയിട്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഇപ്പോഴത്തെ ഭവാനിയമ്മ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു പണ്ടത്തെ ഭവാനിയമ്മയുടെ ഒരു അഗ്രഷനും ആ ഒരു കണ്ണിങ്ങൊക്കെ ഈ ഒരു ഭവാനിയമ്മയിൽ കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ ഒരു പൂർണ്ണതയിൽ എത്തുന്നില്ല. കാരണം ആ ഒരു ക്യാരക്ടർ അത്രത്തോളം വേറെ ലെവലിൽ ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഈ കുട്ടമ്പിള്ളയുമായിട്ടുള്ള ആ ഒരു പഴയ കോംബോ അത് കുറേ എപ്പിസോഡുകൾ നമ്മൾ കണ്ടതുകൊണ്ടായിരിക്കണം, അതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. പഴയ ഭവാനിയമ്മയും കുട്ടമ്പിള്ളയും ഈ ഒരു പുതിയതിനേക്കാളും എനിക്ക് പഴയതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ചിലപ്പോൾ അധികം കോമ്പിനേഷൻസ് ഒന്നും ഇവർ തമ്മിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടായിരിക്കണം പഴയത് ഇഷ്ടപ്പെടാൻ. ചിലപ്പോൾ ഇനിയിപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ കുട്ടമ്പിള്ളയും തിരിച്ചു വന്ന് ഭവാനിയമ്മയായിട്ട് കുറച്ച് നല്ലൊരു കോമ്പിനേഷൻ സീനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് അഭിപ്രായം മാറാനും ചാൻസസ് ഉണ്ട്. ആസ് ഓഫ് നൗ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ ഭവാനിയമ്മയും കുട്ടമ്പിള്ളയുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഭവാനിയമ്മ മാത്രമേ സീസൺ 2 ഇപ്പോൾ കറൻ്റ്ലി വന്നിട്ടുള്ളൂ. കുട്ടമ്പിള്ളയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് പഴയ ഭവാനിയമ്മയാണോ ഇല്ല പുതിയ ഭവാനിയമ്മയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.